ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫാം ഹൗസിലെ അന്തേവാസികളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഈ കുണി നടക്കുന്ന ഉമ്മാരെ കണ്ടോ? നടപ്പുണ്ടാത്തോന്ന് ഈ ഫാം ഹൗസ് മുഴുവൻ ഉമ്മാരുടെയാണ്. എന്തൊരു ജാട. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും നീരാട്ടിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാർ കാണാതെയാണ് ഞാൻ ഈ കുളിസയും പിടിക്കുന്നത്. കണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് കുളി നിർത്തി കയറി പോകുന്നു. അടുത്തത് സമാധാനത്തിൻ്റെ ഈ വെള്ളരിപ്രാവുകളാണ് കേട്ടോ. പക്ഷെ ഇവന്മാർക്കൊട്ടും സമാധാനമില്ല. കണ്ടില്ല, ഇവരുടെ തടങ്ങിപ്പോലും ഇരിക്കുന്നില്ല, പറന്ന് പറന്ന് കളിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അത്തിമരം കാണുന്നത്. മരമല്ല, ചെടിയാണ്. പക്ഷെ നിറച്ച് അത്തി കായ്ച്ചു നിൽപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും ബഡ് ചെയ്തതായിരിക്കും. ഞാനാണെങ്കിൽ നമ്മൾ ഈ കയറിൽ കോർത്തിട്ട് ഫിഗ് വരില്ലേ, അതേ കഴിച്ചിട്ടുള്ളൂ. അതിൻ്റെ പഴമായിട്ട് കഴിച്ചിട്ടുമില്ല. പക്ഷെ ഇതൊന്നും പഴുത്തിട്ടില്ലായിരുന്നു, എല്ലാം പച്ചയായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഒരു ഏരിയ മുഴുവൻ ഇതിൻ്റെ ചെടിയായിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്ന് പണ്ട് പിടിച്ചൊരു കഥയാണ് കേട്ടോ. പണ്ട് തത്തമ്മയുടെ ചുണ്ട് പച്ച കളറായിരുന്നു. ഈ അത്തിപ്പഴം കഴിച്ചാണ് അതിൻ്റെ ചുണ്ട് ചുമന്നു പോയതെന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പറമ്പ് മുഴുവൻ തപ്പി നടന്നു ഒരു പഴുത്ത അത്തിപ്പഴത്തിന് വേണ്ടിയിട്ട്. അവസാനം ഒരെണ്ണം കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷെ ഞാൻ പറിച്ചില്ല കേട്ടോ. ഇത് കറക്റ്റ് പാകമാണോന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറേ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലായിട്ട് തക്കാളി നട്ടു വെച്ചിരിക്കുന്ന കണ്ടു കേട്ടോ. അതിലും തക്കാളിയൊക്കെ നല്ല കായ്ച്ചു നിൽപ്പുണ്ടായിരുന്നു. പഴുത്തിട്ടില്ലായിരുന്നു, പച്ചത്തക്കാളിയായിരുന്നേ. അതിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു ഒരു മീൻ കുളം. ഞാൻ എത്തി നോക്കി, പക്ഷെ മീനൊന്നും കണ്ടില്ല. ഇനി അകത്തോട്ടുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ടൈപ്പിലൊരു സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കൊള്ളായിരുന്നു. ഒരു റിസപ്ഷൻ്റെ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച പോലത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഫുള്ള് മുരിങ്ങയ്ക്കയാണെന്ന്. അതാണ്ട് ഈ കാണുന്ന മുഴുവൻ ഒരു മുരിങ്ങ തോട്ടമാണ്. ഏതായാലും ഇവിടുത്തെ മുരിങ്ങയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കണ്ടില്ലേ, ഭ്രാന്ത് പിടിച്ച പോലെയാണ് മുരിങ്ങ വളർന്നു നിൽക്കുന്നത്. ഫാമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അതിൻ്റെ ഉടമസ്ഥനെ വേണമെന്ന് കണ്ടോളൂ കേട്ടോ. ഏക്കർ കണക്കിന് തോട്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ എനിക്ക്. ഈ കാണുന്ന സാധനം നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ മൾബറി ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുമളിയിൽ വെച്ചിട്ടാണ്. അവിടെയാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ ഇതിനൊരു പുളിയും മധുരമുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും ഇഷ്ടംപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ തന്നെ. അപ്പോൾ അതെല്ലാം പറിച്ച് ഞങ്ങൾ തിന്നുമായിരുന്നു കൊച്ചിലെ. ചിലതിന് നല്ല മധുരമായിരിക്കും. അങ്ങനെ മധുരമുള്ള കുറേ ഓർമ്മകൾ. ഇനി നമുക്ക് കുറച്ച് പുഷ്പിക്കാം. ഈ കാണുന്ന മുഴുവൻ പൂക്കളുടെ ഏരിയ ആണ് കേട്ടോ. പല ടൈപ്പ് പൂക്കളുണ്ടായിരുന്നു ഇവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളാണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ബ്രൈറ്റ് റെഡ് ആയിരുന്നു. കണ്ണിന് ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് മുരിങ്ങ ഫാംസ് ഇൻ UAE എന്ന്. പിന്നെ ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എവിടെ കണ്ടാലും ഞാൻ വിടത്തില്ല. ഞാൻ കുറച്ചു നേരം ഊഞ്ഞാലാട്ടെ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.